കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറക്കലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സജോ ദേവസ്യ ചെയ്യുന്നു. സജോ, ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണോ മരണകാരണം? അത്തരത്തിൽ എന്തെങ്കിലും ആത്മഹത്യാ കുറിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പാലക്കോട് പാത്തൻപാറ സ്വദേശിയായ ജോസ് ഇടപ്പാറക്കലാണ് ആത്മഹത്യ ചെയ്തത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ വീടിനടുത്ത പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് കുടുംബം പോലീസിന് നൽകിയ പ്രാഥമികമായ മൊഴി. അതായത് അദ്ദേഹം ആളുകളിൽ നിന്നും മറ്റുമൊക്കെ പണം ഇതുപോലെ വായ്പയായി മറ്റും സ്വീകരിച്ചിരുന്നു. പക്ഷെ അത് തിരികെ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുച്ഛമായ ഭൂമി മാത്രമേ സ്വന്തമായുള്ളൂ. പക്ഷേ പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് അദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. 2500ഓളം വാഴകൾ സമീപകാലത്ത് മാത്രം അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആ വിള മുഴുവൻ നശിച്ചു പോവുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു വരുമാനം ലഭ്യമായില്ല. ആ പ്രദേശത്ത് ഒരു സ്വയം സഹായ സംഘം ഉണ്ടായിരുന്നു. ആ സംഘത്തിൽ നിന്ന് ഒരു തുക ലോണായി ലഭ്യമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആ തുക പക്ഷേ ലഭ്യമായില്ല. അത് ഈ ബാധ്യത തീർക്കാൻ ആ തുക സഹായകരമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആ തുക കൂടി ലഭ്യമാകാതെ വന്നതോടുകൂടി അദ്ദേഹം കടുത്ത മനോവിഷമത്തിലായിരുന്നു. അതാണ് അദ്ദേഹത്തെ ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നാലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റുകയും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. കണ്ണൂരിൽ കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്ക് പരിശോധിച്ചാൽ 3ാമത്തെ കർഷകാത്മഹത്യയാണ്. കൊളക്കാട് മയ്യങ്കുന്നും സമാനമായി വന്യജീവി ആക്രമണം, അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത, ഈ വിള നാശമൊക്കെ കർഷകരെ സമാനമായ രീതിയിൽ ഇത്തരം കടുങ്കൈ ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചിരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ കർഷക അതിജീവനം വലിയ പ്രതിസന്ധി ഈ നാട്ടിൽ നേരിടുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ജോസും സമാനമായി ഇത്തരത്തിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഹ്രസ്വകാല വിളകൾ, അതായത് പ്രത്യേകിച്ചും വാഴ ഉൾപ്പെടെയുള്ള ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു. അദ്ദേഹം പ്രധാനമായും ഈ കൃഷിയെയും കാർഷിക തൊഴിലിനെയുമാണ് ആശ്രയിച്ചിരുന്നത്. അതിൽ തന്നെ ഈ സമീപകാലത്ത് കൃഷി ചെയ്ത വാഴക്കൃഷി വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കി. മറ്റു പലർക്കും അദ്ദേഹത്തിന് വലിയ തോതിൽ പണം തിരിച്ചു നൽകേണ്ടതായി ഉണ്ടായിരുന്നു. ആ തുകയൊക്കെ അദ്ദേഹം തിരിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും കാർഷിക വിള നഷ്ടത്തിലായതോടുകൂടി അതിൽ നിന്നുള്ള വരുമാനം ലഭ്യമായില്ല. പിന്നീട് അദ്ദേഹം പ്രതീക്ഷിച്ചത് സ്വയം സഹായ സംഘത്തിൽ നിന്നും ലോണാണ്. അതുകൂടി ലഭ്യമാകാതെ വന്നതോടുകൂടിയാണ് അദ്ദേഹം കടുത്ത മനോവിഷമത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ഒരു കടുങ്കൈ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ബന്ധുക്കളുടെയൊക്കെ ഒരു പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ ബന്ധുക്കൾ ഇങ്ങനെ അദ്ദേഹം ഈ വിള നശിച്ചു, അതിൻ്റെ പേരിലുള്ള വലിയ മനോവിഷമത്തിലായിരുന്നു. പിന്നീട് ഒരു പണം സമാഹരിക്കാനുള്ള ശ്രമം നടത്തി, അതും പരാജയപ്പെട്ടു. അതാണ് അദ്ദേഹത്തെ ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ പ്രാഥമികമായ മൊഴിയും. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവം സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യകൾ ആവർത്തിക്കുന്നു എന്നത് കൂടുതൽ പരിചിന്തനത്തിന് നമ്മുടെ നാടിനെ പ്രേരിപ്പിക്കേണ്ട ഒന്നാണ്. സമാനമായി അദ്ദേഹത്തിൻ്റെ ഒരു വീട് തന്നെ, സ്വന്തമായൊരു അടച്ചുറപ്പുള്ള വീട് പോലും അദ്ദേഹത്തിന് പണിയാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു വീട്ടിലേക്ക് അദ്ദേഹം നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് തുടരാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു നടുവിൽ പഞ്ചായത്തിലെ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ഒരു പുതിയ വീട്, താൽക്കാലികമായി താമസിക്കാൻ ഒരു വീടൊക്കെ ക്രമീകരിച്ചിരുന്നു. അതിനുശേഷമാണ് പാട്ടത്തിൽ അദ്ദേഹം ഭൂമി എടുക്കുകയും പിന്നീട് ഈ വാഴക്കൃഷി ചെയ്യുകയും ചെയ്തത്. പക്ഷേ അത് പൂർണ്ണമായും നഷ്ടത്തിലായതോടുകൂടിയാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതായത് എന്നാണ് ബന്ധുക്കൾ നൽകിയ മൊഴി. സുഹൈൽ, ദൗർഭാഗ്യകരമായ സംഭവം. അന്നത്തിനായി മണ്ണിൽ പണിയെടുക്കുന്നവർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ഭരിക്കപ്പെടുന്ന സിസ്റ്റത്തിനും ഒരു വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും.